ഗ്രീഷ്മയുടെ പക്ഷമാണ്. ഗ്രീഷ്മ അനുകൂലികളാണ് നിങ്ങളെങ്കിൽ ഞാൻ പീഡന പക്ഷം കൂടെയാണ്. നിങ്ങളൊക്കെ ഗ്രീഷ്മ അനുകൂലികളാണെങ്കിൽ ഞാൻ മറുവശത്ത് രാഹുൽ എന്തായാലും കമ്മീഷൻ വേണം, പുരുഷന്മാർക്ക് കമ്മീഷൻ വേണമെന്നാണ് താങ്കളുടെ അഭിപ്രായം. കൊല്ലപ്പെട്ട ഷാരോണിനെ അപമാനിക്കുകയും അധിക്ഷേപിക്കുകയും അവൻ എന്തിനു വേണ്ടിയാണ് പോയത് അങ്ങോട്ട് പ്രാർത്ഥിക്കാനൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞ കമാൽ പാഷ സാറിനോട് സാറേ കുറച്ചു മനുഷ്യത്വം കൂടെ വേണ്ടേ എന്ന് ചോദിക്കാൻ കൂടി രേണുകാജിക്ക് കഴിഞ്ഞാലാണ്. മാഡം അത് പറയരുത്, അവരെന്നെ വൃത്തിയോടെ പറഞ്ഞു, നിങ്ങൾ ഇടപെട്ടില്ലല്ലോ, ആ മര്യാദ തിരിച്ചു കാണിക്കണം. നമുക്ക് സമയം എനിക്ക് തല്ലുന്നൊരു പുത്തരിയല്ല, ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരി കേട്ട. പുരുഷ കമ്മീഷൻ വേണ്ടേ എന്നൊരു പോള് നടത്തുകയാണെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് ബഹുഭൂരിപക്ഷം ആൾക്കാരും പുരുഷ കമ്മീഷനെ സപ്പോർട്ട് ചെയ്യും. പോളൊന്നും വേണ്ട രാഹുൽ, ഇത് ഈ ചർച്ചയുടെ താഴെ തന്നെ നമ്മൾ നോക്കിയാൽ ചിലപ്പോൾ ഇതുപോലുള്ള കമന്റുകൾ കാണും. സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള എന്ത് വിഷയം ചർച്ച നടത്തിയാലും രാഹുലിനെ പോലെ സമാന മനസ്കരായ ഇഷ്ടം പോലെ ആളുകൾ, രാഹുലിനെ പോലെ സമാന മനസ്കരായ ഇഷ്ടം പോലെ ആളുകൾ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല, അങ്ങനെ വിടുകയാണ് പതിവ്. അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ടേ? എനിക്കിതിൽ ഏറ്റവും സന്തോഷം സ്ത്രീജനങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടിയ പിന്തുണയാണ്. സ്ത്രീജനങ്ങളുടെ ഭാഗത്തു നിന്ന്, അമ്മമാരുടെ ഭാഗത്തു നിന്ന്, സഹോദരിമാരുടെ ഭാഗത്തു നിന്ന് വലിയൊരു പിന്തുണയുണ്ട്. കാര്യം ഇതിന്റെ ടാഗ് ലൈൻ പോലും, ഈ കമ്മീഷന്റെ ടാഗ് ലൈൻ പോലും ഞങ്ങൾ പ്രപ്പോസ് ചെയ്തത് നമ്മുടെ അച്ഛനും സഹോദരനും മകനും സുഹൃത്തിനും വേണ്ടി എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു പുരുഷ കമ്മീഷൻ കാലഘട്ടത്തിന്റെ ചുവരെഴുത്താണ്, കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അങ്ങനെ ഒരു പുരുഷ കമ്മീഷൻ കൊണ്ടുവരാൻ കഴിയുന്നത് കേരളത്തിന് ഏറ്റവും വലിയ അഭിമാനമാണ്. പുരുഷൻ എന്തിനാണ് കമ്മീഷൻ എന്ന് നമ്മളിവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അത് രാഹുൽ ഗോഡ് ഫാദറിൽ ചോദിക്കില്ലേ, എന്തിനാടാ പഠിക്കുന്നതെന്ന് ചോദിക്കില്ലേ മായിൻകുട്ടിയോട്? ആ ഒരു അർത്ഥത്തിൽ മാത്രമേ ആ ചോദ്യം എടുക്കാവൂ എന്നൊരു അപേക്ഷ കൂടി എനിക്കുണ്ട്. ഇപ്പോൾ ആ അർത്ഥത്തിൽ മാഡം എടുക്കുന്നതിന്റെ കാരണം എന്താ അറിയാമോ? ഇല്ല, ആ അർത്ഥത്തിൽ ചോദിക്കുന്നതിന്റെ കാര്യം, ഇതുവരെ രേണുകാജി നിവിൻ പോളിക്ക് എതിരെ വ്യാജ പരാതി കൊടുത്ത കുട്ടിക്ക് എതിരെ ഒരു FIR ഇടാത്തത് എന്താണെന്ന് ചോദിക്കാത്തത് കൊണ്ടാണ്. കിട്ടിയല്ലോ. ജസ്റ്റിസ് കമാൽ പാഷ പറയാണ്, അവളൊരു കോർണറിൽ പെട്ടുപോയി, രക്ഷപ്പെടാൻ വേറെ വഴിയില്ല, അവസാനം അങ്ങനെ ഒരു ചലഞ്ചിന്റെ ഭാഗമായി അന്തസ്സോടെ കഷായം കൊടുത്തു. ഇല്ല, അങ്ങനെ അദ്ദേഹം ആ രീതിയിലല്ല, ആ വിധി വധശിക്ഷ എന്നതിനെതിർത്ത് അദ്ദേഹം സംസാരിച്ചിരുന്നു. അത് ഒരു വധശിക്ഷ അപൂർവമായ കേസല്ല എന്ന് എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഫ്ലാഷ് ബാക്ക്. അതിന്റെ കല്യാണങ്ങൾ വന്നാലൊക്കെ അയാൾ മുടക്കും. ഈ കുട്ടിക്ക് ഇയാളെ വേണ്ടെങ്കിൽ ഇയാളങ്ങ് പോയാൽ പോരെ. ഇതിനെ തന്നെ കെട്ടി വെക്കുമെന്ന് പറഞ്ഞതിന്റെ പുറകെ അടക്കേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടോ? വേറെ പെണ്ണുങ്ങളെ കിട്ടത്തില്ല അയാൾക്ക്. എത്രത്തോളം സത്യം ഉണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇതെന്തോന്ന് ചോദിച്ചു, ഇത് കഷായം ഞാൻ കുടിക്കാൻ വെച്ചാന്ന് പറഞ്ഞു. എന്നാൽ എനിക്ക് കുറച്ച് തരാൻ പറഞ്ഞു. ഇത് അന്തസ്സായിട്ട് ഒഴിച്ച് കൈ കൊടുത്തു. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? രാഹുൽ ഈശ്വറിനോട് മായൻകുട്ടി പറയുന്ന പോലെ ചോദിക്കാം. പക്ഷേ കൊല്ലപ്പെട്ട ഷാരോണിനെ അപമാനിക്കുകയും അധിക്ഷേപിക്കുകയും അവൻ എന്തിനു വേണ്ടിയാണ് പോയത് അങ്ങോട്ട് പ്രാർത്ഥിക്കാനൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞ കമാൽ പാഷ സാറിനോട് സാറേ കുറച്ചു മനുഷ്യത്വം കൂടെ വേണ്ടേ എന്ന് ചോദിക്കാൻ കൂടി രേണുകാജിക്ക് കഴിഞ്ഞാലാണ് ഒരു അത് അദ്ദേഹത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് പറഞ്ഞതായിരിക്കും. അങ്ങനെയുള്ള അഭിപ്രായം എല്ലാവർക്കും പറയാം. പക്ഷേ ഒരിക്കലും ഷാരോണിന്റെ മരണത്തെ അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ വേദനയെ കാണാതിരിക്കുന്നില്ല. പക്ഷേ ഒരു വനിതയാണ് അതിലെ കുറ്റവാളി എന്നതുകൊണ്ട് ആവശ്യത്തിലധികം ആഘോഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം അത് ഉണ്ടായപ്പോൾ അതിനെതിരെയുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതിനൊപ്പമാണ് ഞാൻ. എൽദോസ് കുന്നപ്പിള്ളിൽ ഈ മെൻസ് അസോസിയേഷന്റെ പ്രതിനിധികളും രാഹുൽ ഈശ്വറും ഒക്കെ ഇങ്ങനത്തെ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അതൊരു നോൺസെൻസ് ആണ് എന്നാണ് തോന്നിയിട്ടുള്ളത്. ഇതിൽ സ്ത്രീകൾക്കുള്ള പോലെ തന്നെ അവകാശങ്ങൾ പുരുഷനുമുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. സ്ത്രീകൾ അല്പം ദുർബലരാണ് എന്ന് തോന്നൽ ഇന്ന് സമൂഹത്തിൽ ആർക്കുമില്ല. അവർക്ക് ഒരുപോലെ തന്നെ അവകാശങ്ങളും അവർക്ക് വേണ്ട എല്ലാ സംരക്ഷണവും നൽകുവാൻ വേണ്ടി കൂടിയുള്ള ഒന്നാണിത്. ഇത്രയൊക്കെയായിട്ടും പുച്ഛം അല്ലേ? ശ്രീ എൽദോസ് കുന്നപ്പിള്ളിൽ, താങ്കളും അപ്പോൾ സീരിയസ് ആയി തന്നെയാണ് കാര്യങ്ങളെ കാണുന്നത്. ഈ ബിൽ അവതരിപ്പിക്കാനാകുമെന്നും ഇതൊരു ആരെങ്കിലും അതൊരു സീരിയസ് ആയി കാണുമെന്നും അങ്ങനെ ഒരു പരിഗണനാ വിഷയമാകുമെന്നും ഒക്കെ താങ്കൾ ആത്മാർത്ഥമായും കരുതുന്നുണ്ടോ? സ്വകാര്യ ബില്ല് അവതരിപ്പിക്കാൻ ഏത് നിയമസഭാ അംഗത്തിന് അധികാരമുണ്ടല്ലോ. താങ്കൾ പാർട്ടിയുമായി ആലോചിച്ചിരുന്നോ? ഗവൺമെന്റിന് ഈ കാര്യത്തിൽ ഉചിതമായ തീരുമാനം എടുക്കാമല്ലോ. പാർട്ടിയുമായി ആലോചിച്ചിരുന്നോ? സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിക്കുന്നത് ജനപ്രതിനിധി എന്ന രീതിയിൽ അവരുടെ ഉത്തരവാദിത്തമാണ്. ഏത് ബില്ലുകളും കൊണ്ടുവരാൻ പറ്റും. നീ ഇപ്പൊ ചോദിച്ചത് ഒരു ആൻസറാ. രാഹുൽ ഈശ്വറിനെ ഞാൻ ചർച്ചകളിൽ കാണുന്നതൊക്കെ തന്നെ എവിടെയൊക്കെ ബലാത്സംഗം ചെയ്ത പുരുഷന്മാരുണ്ടോ, എവിടെയൊക്കെ ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്ത ദിലീപിനെ പോലുള്ള നടൻ, ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാ ചാനലിലും വന്നിരുന്ന് അവർക്ക്
മാഡം ജഡ്ജിയായ വിധി ഞാൻ തന്നല്ലോ അല്ലേ? താങ്ക്സ്. അതല്ല ഉദ്ദേശം. അങ്ങനെ ഒരാളെ റേപ്പിസ്റ്റ് എന്ന് വിളിച്ചാൽ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നതിന് മുമ്പ് വിളിച്ച ഇടപെടും. ബലാത്സംഗത്തിന് ദിലീപ് കൊട്ടേഷൻ കൊടുത്തു എന്നുള്ളത് ഇവിടെ എല്ലായിടത്തും മാധ്യമങ്ങളിലും വന്നതാണ്. പോലീസ് വെറുതെ അല്ലല്ലോ 190 ദിവസം പിടിച്ചിട്ട് ജയിലിട്ടത്. ഒരു മനുഷ്യനെ കുറച്ചൊക്കെ ഔചിത്യം വേണം. അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടു. ഇവരൊക്കെയാണ് നിയമത്തെ കുറിച്ച് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്പിനാരായണൻ 50 ദിവസം ജയിലിൽ കിടന്നില്ലേ? നമ്പിനാരായണൻ ചാരനായോ? എന്ത് ലോജിക്കാണ് മാഡം? നമ്പിനാരായണൻ അതിന് രാഹുൽ ഈശ്വറിനെതിരെ കേസ് കൊടുക്കാൻ സാധ്യതയുണ്ട്. ദിലീപിനെ നമ്പിനാരായണൻ തമ്മിൽ താരതമ്യപ്പെടുത്തി. നമ്പിനാരായണനെ എനിക്കറിയാം, നേരിട്ട് കണ്ടിട്ട് പോലുമല്ലോ. എനിക്ക് വ്യക്തിപരം അറിയുന്ന ആളാണ്. അതും കയ്യിന്ന് പോയി. ഇതേപോലെ അപക്വമായ അറിവുള്ളവരാണ്. ദിലീപ് 90 ദിവസം ജയിലിൽ കിടന്നില്ല, അതുകൊണ്ട് കുറ്റവാളിയാണ്. മാധ്യമങ്ങളിലെല്ലാം വന്നു എന്ന് ഞാൻ പറഞ്ഞില്ല. അതൊക്കെയാണ് ഫെമിനിസ്റ്റ് എങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമാണ്. ദിലീപ് കുറ്റവാളി അല്ലാന്ന് കോടതി വിധിച്ചോ? ദിലീപ് കുറ്റവാളിയാണെന്ന് ദിലീപ് കുറ്റവാളിയാന്ന് പറയാൻ എന്ത് അധികാരമാണ് ദിലീപിനുള്ളത്? രാഹുലെ രാഹുലിനെ കാണുന്ന ഇടങ്ങൾ എവിടെയൊക്കെയാണെന്നല്ലേ രേണുക തടഞ്ഞോ? രാഹുലിനെ കാണുന്ന ഇടങ്ങൾ രാഹുൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇടങ്ങൾ എവിടെയെന്ന് പറയുകയായിരുന്നു. ദിലീപ് കുറ്റവാളിയാണെന്ന് പറഞ്ഞപ്പോൾ ദിലീപിനെ കുറ്റവാളിയാണ് എന്ന് വിധിച്ചിട്ടൊന്നുമില്ല. നിനക്കൊല്ലേക്കാൻ പറ്റണ രാഹുലിനെ പോലെ എല്ലായിടത്തും പോയിട്ട് ദിലീപിനെ ന്യായീകരിക്കുന്ന പണി ഞങ്ങൾക്കൊന്നുമില്ല. രേണുകയ്ക്കും ഇല്ല, എനിക്കും ഇല്ല, ഇവിടെ ചർച്ചയ്ക്കിരിക്കുന്ന മറ്റാർക്കും ഇല്ല. അതുകൊണ്ട് ദിലീപിനെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം ഞങ്ങൾക്ക് ആർക്കും ഇല്ല. രാഹുലിന് അത് ഉണ്ടാവുമായിരിക്കും, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്. നിങ്ങൾ കുറ്റം പറഞ്ഞോ കമാൽ പാഷ സാറിനെ പോലെ? എനിക്ക് വിരോധമില്ല. പക്ഷെ ദിലീപ് കുറ്റക്കാരനാണെന്ന് പറഞ്ഞ ഇടപെടും. കാര്യം കോടതി പറഞ്ഞിട്ടില്ല. ആയിക്കോ രാഹുലെ, അത് പറഞ്ഞു പൂർത്തിയാക്കാൻ പക്ഷെ പീഡനപക്ഷമാണ്. എവിടെയൊക്കെ പീഡനം നടത്തുന്ന പുരുഷന്മാരുണ്ട് അവർക്കൊക്കെ വേണ്ടി വന്നിരുന്ന എല്ലാ ചാനലും പക്ഷം ഗ്രീഷ്മയുടെ പക്ഷമാണ്. ഗ്രീഷ്മ അനുകൂലികളാണ് നിങ്ങളെങ്കിൽ ഞാൻ പീഡനപക്ഷം കൂടെയാണ്. നിങ്ങളൊക്കെ ഗ്രീഷ്മ അനുകൂലികളാണെങ്കിൽ ഞാൻ മറുവശത്ത്. രാഹുൽ അത് കലക്കി നല്ല ഉശിര് അല്ലേ? താങ്കൾ ഏതൊക്കെ ചർച്ചയിൽ പങ്കെടുക്കുന്നു എന്ന കാര്യം സൂചിപ്പിച്ചതാണല്ലോ. അത് താങ്കൾക്കും വ്യക്തമാണ്. വെറുതെ തർക്കിക്കേണ്ട, പറഞ്ഞോളൂ ദിവ്യ. രേണുക തടഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ തടഞ്ഞത്. ദിലീപ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിട്ടില്ല. ജഡ്ജിയല്ല. കുറ്റക്കാരനെന്ന് പറഞ്ഞതായി ഞാൻ കേട്ടില്ല. താങ്കൾ എവിടെയൊക്കെ ഏതൊക്കെ ചർച്ചകളിൽ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ കേസ് സൂചിപ്പിച്ചതാണ്. കുറ്റവാളി അല്ല എന്ന് എവിടെയും വിധി വന്നതൊന്നും ഇല്ലല്ലോ. രാഹുൽ ശരിയാ കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ഇവിടെ പുരുഷ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പുരുഷ കമ്മീഷൻ പുരുഷന്മാർ എന്ത് തോന്നിവാസം കാണിച്ചാലും അത് സപ്പോർട്ട് ചെയ്യണം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സ്ത്രീകൾക്ക് വന്ന് പോലീസ് എടുത്ത് പോകാം, കോടതിയിൽ പോകാം, മനുഷ്യാവകാശ കമ്മീഷനിൽ പോകാം, കുട്ടികൾക്ക് ബാലാവകാശ കമ്മീഷൻ എല്ലാം തന്നെയുണ്ട്. അപ്പോൾ ഈ പുരുഷന് വന്നിട്ട് എന്തെങ്കിലും ഒരു അപകടം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്യാജ പരാതിയോ മറ്റെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പോകാൻ ഒരു സ്ഥലമില്ല. മനുഷ്യാവകാശ കമ്മീഷനിൽ പോയിക്കൂടെ? മനുഷ്യരല്ലേ? ഞാൻ പറയട്ടെ, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇടയ്ക്കേറി സംസാരിക്കരുത്, അത് ക്ഷമയില്ലാത്തവരുടെ ലക്ഷണമാണ്. അമ്മയ്ക്ക് 2 മക്കളുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്, ആൺകുട്ടിയുണ്ട്. 2 കണ്ണിൽ കൃഷ്ണമണി പോലെയാണ് ആ അമ്മയ്ക്ക് 2 മക്കളും. അത് പെണ്ണാകട്ടെ ആണാകട്ടെ. നമ്മുടെ വീട്ടകങ്ങളിൽ അങ്ങനെ ആയിരുന്നോ? നമ്മുടെ വീട്ടകങ്ങളിൽ അങ്ങനെ ആയിരുന്നോ? ഇപ്പോഴും എല്ലായിടത്തും അങ്ങനെ ഒരു സമത്വം പെൺകുട്ടിക്കും ആൺകുട്ടിക്കും കിട്ടുന്നു എന്ന് നിഷയ്ക്ക് ഉറപ്പുണ്ടോ? നീ വാ പൊളിക്കരുത് പ്ലീസ്. കംപ്ലീറ്റ് ചെയ്യട്ടെ. നമ്മുടെ വീട്ടിൽ ആൺകുട്ടിയെയും പെൺകുട്ടിയും ഒരേപോലെ കാണുന്ന 2 മക്കളും 2 കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് അമ്മ കാണുന്നത്. അപ്പൊ തന്നെ മകളെ മാത്രം പ്രൊട്ടക്ട് ചെയ്യാൻ തന്നെ മകൻ എന്ത് സംഭവിച്ചാലും പെൺകുട്ടികൾ ജനിക്കുമ്പോ കൊന്നുകളയുന്ന സംഭവങ്ങൾ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത് വളരെ മുൻപൊന്നും അല്ല. ആരും പറഞ്ഞില്ല. ഈ പറഞ്ഞ ഞാൻ ഈ സ്ത്രീകൾക്കെതിരെ എന്തൊക്കെ നടന്നു, അതുപോലെ തന്നെ പുരുഷന്മാർക്കെതിരെ എന്തൊക്കെ നടന്നുകൊണ്ടായിരിക്കുന്നത്. വളരെ കറക്റ്റ്, 100% ഞാൻ യോജിക്കുന്നു. ഇപ്പോ ഗ്രീഷ്മയുടെ കാര്യം എടുത്ത് നോക്കാം. ഒന്നും വേണ്ട, നമ്മുടെ അഭയ സിസ്റ്ററിന്റെ കാര്യം എടുത്ത് നോക്കാം. അവരൊരു സ്ത്രീയാണ്, പക്ഷെ അവരാരെ പോലെ ചെയ്തത്? അവിടെ പുരുഷൻ മാത്രമല്ലല്ലോ, സ്ത്രീയും കൂടെ ചേർന്നിട്ടല്ലേ കൊള്ളാതെ കാണിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ജെൻഡറിനെ മാത്രം സപ്പോർട്ട് ചെയ്യുകയും അടുത്ത ജെൻഡറിനെ അല്ല, അവര് സ്ത്രീയാണ്. സ്ത്രീകൾ കുറ്റവാളികളാകുന്ന കേസുകളിൽ ശിക്ഷ വിധിക്കാതിരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അവർ ശിക്ഷയിൽ നിന്ന് നമ്മുടെ നിയമ സംവിധാനത്തിൽ നിന്ന് ഒഴിവായി പോകുന്നുണ്ടോ? ഇല്ലല്ലോ. ഇന്നത്തെ ചർച്ചയിൽ ഞാൻ ഉണ്ടായിരുന്നു. ഞാനും അദ്ദേഹം തമ്മിലായിരുന്നു വാദം. അത് നിങ്ങൾ ഈ ചാനൽ, അത് ഈ ന്യൂസ് ഇട്ടുന്ന ചാനലായിരുന്നു. അതെന്താ പറഞ്ഞ, അതൊരു സ്ത്രീ, അതൊരു പെൺകുട്ടിയല്ലേ? ഞാൻ ചോദിക്കട്ടായോ, പെൺകുട്ടി തോന്നിവാസം കാണിച്ചാലും പ്രോഗ്രാമെ കാണിച്ചാലും തെറ്റും കുറ്റവും ക്രൈമും ഒന്നും ക്രൈം ആവുന്നില്ല. എന്തായാലും കമ്മീഷൻ വേണം, പുരുഷന്മാർക്ക് കമ്മീഷൻ വേണമെന്നാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ അതെന്തുകൊണ്ടാണ്? അപ്പൊ അവരുടെയൊക്കെ പരാതികൾ, അവരുടെയൊക്കെ ആ ഒരു സങ്കടം എവിടെ അഡ്രസ് ചെയ്യും? ഒന്നുമില്ല. റീസെന്റ് അതുൽ സുഭാഷിന്റെ കാര്യം, ഒരു ഐ ടി എംപ്ലോയി അതുൽ സുഭാഷിന്റെ കാര്യം, അദ്ദേഹത്തിന്റെ ഭാര്യ എന്താ അദ്ദേഹത്തോട് ചെയ്തത്? അപ്പോ അങ്ങനെയുള്ള ആൾക്ക് നീതി കിട്ടണ്ടായോ? എന്തായാലും കലക്കിട നീ.
ഇതുപോലുള്ള ജോക്കുകൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് വളരെ നല്ലതാണ്. കാരണം നമുക്കെല്ലാം ഇരുന്ന് ചിരിക്കാമല്ലോ. ഈ കേൾക്കുന്നവരുൾപ്പെടെ ഇരുന്ന് വളരെ ഒച്ചയ്ക്ക് നമുക്ക് ചിരിക്കാനുള്ള അവസരം തരുന്നതിന് എനിക്ക് രാഹുൽ ഈശ്വറിനോട് ഭയങ്കര നന്ദിയുണ്ട്. മറുപടി കൂടെ കേൾക്കണം കേട്ടോ, അപ്പോഴും ചിരിക്കണം. എന്റെ മറുപടി കേൾക്കുമ്പോൾ ചിരിക്കണം. ഞങ്ങളുടെ പാൽ അവരെടുത്തോണ്ട് പോയി, ഞങ്ങളുടെ പ്ലക്കാർഡ് അവരെടുത്തോണ്ട് പോയി, ഞങ്ങളുടെ പടക്കം അവരെടുത്തോണ്ട് പോയി. എന്റെ മറുപടി ഒരുമിച്ച് തരാം മാഡം. ഞങ്ങൾക്കും അതേപോലെ വലിയൊരു കോമിക് റിലീഫ് ആയിരുന്നു. മനിതി എന്നൊരു ഫെമിനിസ്റ്റ് സംഘടന ശബരിമലയിലോട്ട് കയറാമെന്നു. പിന്നെ മനിതി ഓടി വഴി സമയമില്ല മാഡം, അത് പറയരുത്. അവരെന്നെ വൃത്തിയോടെ പറഞ്ഞു, നിങ്ങൾ ഇടപെട്ടില്ലല്ലോ. ആ മര്യാദ തിരിച്ചു കാണിക്കണം. നമുക്ക് സമയം കുറവാണ്. അങ്ങനെ അവസാനം കേട്ടിട്ട് പോയാൽ മതി. നിങ്ങൾ 50 ലക്ഷം രൂപ ഉണ്ടാക്കിയ ഒരു മതിലുണ്ടാക്കിയല്ലോ. ഞങ്ങൾ 5 പേര് തലയെക്കെട്ട് ഇറങ്ങി താഴെ വീണു. ആ കോമിക് റിലീഫ് ഞങ്ങൾ ഒരുപാട് ആസ്വദിച്ചതാ. ചോദിച്ചു വാങ്ങണ്ടായിരുന്നു. നിങ്ങളടക്കമുള്ള ഒരുപാട് ഈ ശബരിമല മര്യാദക്ക് കേൾക്കൂ. മിനിമം മര്യാദ കാണിക്കൂ. ഇനി ഒരു കാര്യം കൂടി മാഡം മറുപടി കേൾക്കൂ. ഇല്ലെങ്കിൽ തിരിച്ച് എനിക്ക് ബഹളമൊക്കെ അറിയില്ലേ മാഡം? മാഡത്തിന് തോന്നുന്നുണ്ടോ? മാളവിക മാഡത്തിന് അഭിപ്രായമുണ്ടോ രാഹുലിന് സൗണ്ട് എടുക്കാൻ പറ്റില്ല എന്ന്? നിനക്കെന്നെ ശരിക്കും അറിയാഞ്ഞിട്ടാ. തരാം ബഹളം വെക്കൽ. ഞാൻ അടക്കമുള്ള ആൾക്കാരെ പല ചാനലുകളും വിളിച്ചിരുന്നു ഈ ശബരിമല പ്രക്ഷോഭകാലത്ത്. എന്തിനാണെന്നറിയാമോ? രാഹുല് ഞങ്ങളുടെ നെഞ്ച് ചവിട്ടിയെ കയറും എന്നൊക്കെ പറയൂ. അവസാനം നിങ്ങൾ തകരുമ്പോ ഞങ്ങൾ ചിരിക്കുമെന്ന്. എന്തായി? ഈ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഫെമിനിസ്റ്റുകളും അപ്പുറത്ത് നിന്നിട്ട് ഞങ്ങൾ ജയിച്ചില്ലേ? നിങ്ങളുടെയൊക്കെ വില അത്രേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് നിങ്ങളുടെ കോമിക് റിലീഫും നിങ്ങളുടെ ഈ ഫെമിനിസ്റ്റ് റിലീഫും ഫെമിനിസ്റ്റുകളുടെ നിലപാടും അറിയാം. എന്താ ആവശ്യത്തിനുള്ളത് പോലും പറഞ്ഞില്ലല്ലോ. ഇത്രയും മതിയോ അതോ ഇനിയും വേണോ?